നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രിയ, ആയുർവേദ ഫിസിഷ്യൻ, ആരോഗ്യമന്ത്ര. പ്രസവത്തിന് ശേഷം ചെയ്യേണ്ട ആയുർവേദ ചികിത്സകളെ പറ്റി പറയാം. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ്. ഒരുപാട് സമയം നിന്നോ അല്ലെങ്കിൽ ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നോ ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ പലതരം ഡിസ്ക് പ്രോബ്ലംസ്, ജോയിൻറ്റ് പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വിശ്രമം കിട്ടാതെ ജോലി ചെയ്തും മറ്റും വളരെയേറെ ജോയിൻറ്റ് പെയിനുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല സമയമാണ് പ്രസവിച്ച് കിടക്കുന്ന സമയം നല്ലൊരു പ്രസവ സംരക്ഷണം ലഭിക്കുക എന്നത്. പ്രസവത്തിന് ശേഷം സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം വർദ്ധിക്കുന്നതിനും ഗർഭാശയം ശുദ്ധി വരുത്തുന്നതിനും ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിക്കുന്നതിനും വേണ്ടിയുള്ള ചികിത്സകളാണ് പ്രധാനമായും പ്രസവാനന്തര ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോർമൽ ഡെലിവറി കഴിഞ്ഞ് 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം തന്നെ ആയുർവേദ ചികിത്സകൾ തുടങ്ങാവുന്നതാണ്. കഷായം, അരിഷ്ടം, അതുപോലെ തന്നെ ലേഹ്യങ്ങൾ കഴിച്ചു തുടങ്ങാവുന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാവുള്ളൂ. സിസേറിയൻ കഴിഞ്ഞവർക്ക് 10 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ സ്റ്റിച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു ചികിത്സ തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് വേദുകുളി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ദേഹം മുഴുവൻ കുഴമ്പ് തേച്ചതിന് ശേഷം ലൈറ്റ് മസാജ് കൊടുത്ത് അതിനുശേഷം വാതനാശകങ്ങളായ ഇലകളിട്ട് സംസ്കരിച്ച വെള്ളത്തിൽ കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അസ്ഥിസന്ധി വേദനകൾ കുറയ്ക്കുന്നതിനും ഗർഭാശയം ശുദ്ധി വരുത്തുന്നതിനും സഹായിക്കുന്നു. കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർക്ക് ജോയിൻറ്റ് പെയിനൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കിഴികളും ഇവിടെ നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം, സ്ത്രീകളുടെ മുഖത്തും കഴുത്തിന് ചുറ്റുമുണ്ടാവുന്ന കറുത്ത പാടുകളാണ്. അത് മാറുന്നതിന് വേണ്ടി നമ്മളിവിടെ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൈകാലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി പെഡിക്യൂർ, മാനിക്യൂർ പോലുള്ള പ്രൊസീജിയറുകളും ചെയ്യുന്നു. പ്രസവശേഷം സ്ത്രീകളിൽ ധാരാളം മുടി കൊഴിച്ചിൽ കാണുന്നുണ്ട്. ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് അനുയോജ്യമായ തൈലം ഉപയോഗിച്ച് ഹെഡ് മസാജും അതുപോലെ ഹെയർ പാക്കും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പ്രസവത്തിന് ശേഷം ഉണ്ടാകുന്ന വയറ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വയറ് കെട്ടിവെക്കുകയും അതുപോലെ തന്നെ ചെറിയ അബ്ഡോമിനൽ മസിൽസിന് വേണ്ടി സ്ട്രെങ്തൻ കിട്ടാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള എക്സസൈസും നമ്മളിവിടെ പരിശീലിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുടെ ഡയറ്റാണ്. വളരെ പ്രധാനപ്പെട്ടതാണ് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളുടെ ആഹാരക്രമം. നല്ല പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ കഴിക്കുക, അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നിവയൊക്കെ പ്രധാനപ്പെട്ടതാണ്. ശതാവരി, പാല്, അതുപോലെ തന്നെ ഉലുവാക്കഞ്ഞി എല്ലാം വളരെയേറെ പ്രദാനം ചെയ്യുന്നു. മറ്റൊരു കാര്യം, പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ഡിപ്രഷനാണ്. ബ്രസ്റ്റ് മിൽക്ക് കുറയുന്നതിനും അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യത്തിനെയും ഇത് ബാധിക്കുന്നുണ്ട്. അതിനാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രസവിച്ച് വരുന്ന സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമായി വരുന്നു. ഇവിടെ അതിനായിട്ട് കൗൺസിലിംഗ് സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തിനും അതുപോലെ തന്നെ ആകാര ഭംഗി വീണ്ടെടുക്കുന്നതിനുമായി യോഗ സെക്ഷനുകളും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഒരു സ്ത്രീ അമ്മയാവുന്നത്. വരും കാലങ്ങളിൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും കുഞ്ഞിനെ നന്നായി സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ സൗന്ദര്യം വീണ്ടെടുക്കുന്നതിനുമായിട്ടുള്ള ചികിത്സകളാണ് നമ്മളിവിടെ പ്രസവാനന്തര ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 7, 14 അല്ലെങ്കിൽ 21 ദിവസം വരെ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനനുസരിച്ചുള്ള ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. നമസ്കാരം.